വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വൈകേഷ് വ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സോയാബീൻ കറിയാണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. നമുക്കിതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഇഞ്ചി, വെളുത്തുള്ളി, 2 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ കാശ്മീരി ചില്ലി, ഉപ്പ്, മല്ലിയില, വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ അത്യാവശ്യത്തിന് വേണ്ടുന്ന മറ്റ് സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇതാണ് ഈ കറിക്ക് ആവശ്യമായ സാധനങ്ങൾ. അതിന് നമുക്കിപ്പോൾ ഇത് വെള്ളം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഈ സോയാബീനെ ഒന്ന് തിളപ്പിച്ച് എടുക്കാം. ഫ്ലെയിം ഓണാക്കാം, അടുപ്പ് കത്തിക്കാം. അതിനുശേഷം വെള്ളം അടുപ്പത്തേക്ക് വെച്ച് വെള്ളം തിളച്ചതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് ഇത് സോയാബീൻ ഒന്ന് വാട്ടിയെടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് സോയാബീൻ എടുത്ത് ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ചേരം ഇതിൽ കിടന്നൊന്ന് ഒഴുങ്ങിയെടുക്കണം. നമുക്ക് അപ്പോൾ ഉപ്പെല്ലാം ഇതിലങ്ങ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് വേവിച്ചെടുക്കും. ഏകദേശം ഒന്ന് ഒഴുങ്ങി വന്നിട്ടുണ്ട്. ഉപ്പെല്ലാം പിടിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. നമുക്കിതിനെ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിനെ ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ച് തണുത്തതിന് ശേഷം ഇതിനെ പിഴിഞ്ഞ് പിന്നെ അടുത്ത കുക്കിങ്ങിലേക്ക് കിടക്കാം. ബീൻസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കുക്കറിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആദ്യം ഇതിനങ്ങിടാം. അതിന് ശേഷം കുറച്ച് സവാള, കുറച്ച് മതിയാവും, സവാള, കുറച്ച് ഉപ്പ്, ലേശം ഉപ്പ്, ലേശം മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി കുറച്ച് മതി, എല്ലാം കുറേശ്ശെ ഇട്ട് കൊടുത്ത് അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില, ഒരു 2 കറിവേപ്പില മതിയാവും. അതിനുശേഷം കൈ കൊണ്ട് ഇതിനൊന്ന് ഇളക്കി കൊടുക്കും. അതിനുശേഷം ഇതിന് ആവശ്യമായ വെള്ളം നേരെ സ്റ്റൗ ഓണാക്കി അടുപ്പിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം. ഇങ്ങനെ ഇത് അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞ് ഇനി ഇത് ഒരു വിസിൽ കേട്ട ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ ഇത് നമ്മുടെ സോയാബീൻ കുക്കായി കഴിഞ്ഞ് നമുക്ക് ഇനി ഇതിനെ വഴറ്റിയെടുക്കാം. സ്റ്റൗ ഓണാക്കി ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ലോ ഫ്ലെയിമിൽ വെച്ച് വെളുത്തുള്ളി,
വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ചൂടായി കഴിഞ്ഞാൽ നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി. നമുക്കിതിലേക്ക് സവാള 2 സവാള ആഡ് ചെയ്യും. ഇതിലേക്ക് നേരത്തെ കുറച്ച് ഇട്ടിട്ടുണ്ടെങ്കിലും അത്യാവശ്യം ഉപ്പ് ഇതിനും കൂടെ ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നമുക്കിത് ഒന്ന് മൂടി വെക്കുക. അത്യാവശ്യം നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. കാര്യം നേരത്തെ കുക്ക് ചെയ്തെടുത്തപ്പോൾ അതിൽ കുറച്ച് ഇട്ടിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ അതിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്നതിന് ശേഷം ഇതിനൊരു 4 സൈഡിലേക്കും മാറ്റി വയ്ക്കുമ്പോൾ അതിൻ്റെ എണ്ണ ഇറങ്ങും. അതിലേക്ക് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് എടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അതും കൂടി ഒന്ന് കുക്കാക്കിയെടുക്കുക. ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി ഇതിനൊരു മേളിലോട്ടൊക്കെ ഒന്ന് നീക്കി ഇതിനെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ എണ്ണ താഴോട്ട് ഇറങ്ങും. അതിലേക്കാണ് നമ്മൾ ഇത് മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ഇട്ടെടുക്കുന്നത്. നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കാശ്മീരി ചില്ലിയാണ്. കുറച്ച് മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മതിയാവും. കുറച്ച് കുരുമുളക് പൊടി കുറച്ച് കൂടി ഇരുന്നാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഗരം മസാല ഇട്ട് കൊടുക്കാം. ശേഷം ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. മണം വരുന്നുണ്ട്. അത്യാവശ്യം നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. നല്ല കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കൂടി ആയിട്ടുണ്ട്. നമുക്കിനെ ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കും. നല്ലതുപോലെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. വഴറ്റിയെടുക്കാം. ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാവും. അല്ല, കുറച്ച് വെള്ളം അത് എടുക്കാനുള്ളൊരു ആവശ്യത്തിനുള്ളൊരു വെള്ളം വറ്റിച്ചെടുക്കണം നമുക്ക്. അതിനുള്ള വെള്ളം അതിനൊന്ന് റെഡിയായി. ഒന്ന് തിളച്ചതിന് ശേഷം സോയാബീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് സോയാബീൻ തട്ടിക്കൊടുക്കാം.
ഇളക്കിയെടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്യുക. പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു 10 മിനിറ്റ് നമുക്ക് ഈ കറി ഒന്ന് അടച്ചു വയ്ക്കാം. സൂപ്പർ കറി. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ കറിയാണ്. നല്ല ബീഫ് കണക്കിരിക്കുന്നത്. നമുക്കിത് വീട്ടിൽ ചെന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അത്യാവശ്യം പ്രോത്സാഹനം നൽകുക.